സ്റ്റുഡൻസ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ മലയാളത്തിലുള്ള റിവിഷൻ ക്ലാസ്സാണിത്. മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ടു മാനേജ് റിസ്ക്. നഷ്ടസാധ്യത എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അംഗീകരിക്കുക, കുറയ്ക്കുക, കൈമാറ്റം ചെയ്യുക, ഒഴിവാക്കുക. റിസ്ക് ഉണ്ടെന്ന് അംഗീകരിക്കണം. അതുപോലെ തന്നെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കണം. കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുന്നത് വഴി റിസ്കിനെ നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ചില മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസ്കിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന റിസ്കിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതാണ് അംഗീകരിക്കുക, കുറയ്ക്കുക, കൈമാറ്റം ചെയ്യുക, ഒഴിവാക്കുക. ഹൗ ടു മാനേജ് റിസ്ക് എങ്ങനെയൊക്കെയാണ്? അംഗീകരിക്കുക, കുറയ്ക്കുക, കൈമാറ്റം ചെയ്യുക, ഒഴിവാക്കുക. അടുത്തതാണ് ലൈഫ് സ്കിൽസ്, ജീവിത നൈപുണ്യങ്ങളാണ്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നപരിഹാര ശേഷി, ക്രിയാത്മക ചിന്ത, വിമർശനാത്മക ചിന്ത. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നപരിഹാര ശേഷി, ക്രിയാത്മക ചിന്ത, വിമർശനാത്മക ചിന്ത, ആശയവിനിമയ ശേഷി, സ്വയംബോധം. എന്തൊക്കെയാണ് ലൈഫ് സ്കിൽസ്? തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നപരിഹാര ശേഷി, ക്രിയാത്മക ചിന്ത, വിമർശനാത്മക ചിന്ത, ആശയവിനിമയ ശേഷി, സ്വയംബോധം. ഹൗ ടു മാനേജ് റിസ്ക് പഠിച്ചു, ലൈഫ് സ്കിൽസ് പഠിച്ചു. അംഗീകരിക്കുക, കുറയ്ക്കുക, കൈമാറ്റം ചെയ്യുക, ഒഴിവാക്കുക. ലൈഫ് സ്കിൽസ് എന്തൊക്കെയാണ്? തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നപരിഹാര ശേഷി, ക്രിയാത്മക ചിന്ത, വിമർശനാത്മക ചിന്ത, ആശയവിനിമയ ശേഷി, സ്വയംബോധം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഒരു സംരംഭകൻ്റെ മനോഭാവങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ്സിനോടുള്ള അതിയായ താല്പര്യം, മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണം. ബിസിനസ്സിനോടുള്ള അതിയായ താല്പര്യം, മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണം, അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ തയ്യാറാവണം. സമയബന്ധിതമായി തീരുമാനമെടുക്കണം. അഹംഭാവം നിയന്ത്രിച്ചു നിർത്തണം. വിമർശനങ്ങൾ അംഗീകരിക്കണം. സ്വയം വിശ്വസിക്കണം. ബിസിനസ്സിനോടുള്ള അതിയായ താല്പര്യം, മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവ്, സമയബന്ധിതമായി തീരുമാനമെടുക്കാനുള്ള കഴിവ്, അഹംഭാവം നിയന്ത്രിച്ചു നിർത്തണം, വിമർശനങ്ങൾ അംഗീകരിക്കണം, സ്വയം വിശ്വസിക്കണം. അഹംഭാവം നിയന്ത്രിച്ച് നിർത്തണം, വിമർശനങ്ങൾ അംഗീകരിക്കണം, സ്വയം വിശ്വസിക്കണം. ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണറാണ് പഠിച്ചത്. ബിസിനസ്സിനോടുള്ള അതിയായ താല്പര്യം, മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണം, സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ കഴിയണം, അഹംഭാവം നിയന്ത്രിച്ച് നിർത്തണം, വിമർശനങ്ങൾ അംഗീകരിക്കണം, സ്വയം വിശ്വസിക്കണം. അടുത്ത ക്വസ്റ്റ്യനാണ് ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആശയവിനിമയ ശേഷി നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും? നന്നായി തയ്യാറെടുക്കണം. പറയുന്നതിന് മുൻപ് ചിന്തിക്കണം. പറയുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം. നന്നായി തയ്യാറെടുപ്പ്, പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക. ശരിയായ വാക്കുകൾ ഉപയോഗിക്കുക, ചെറിയ വാചകങ്ങൾ ഉപയോഗിക്കുക. ശരിയായ വാക്കുകൾ ഉപയോഗിക്കുക, ചെറിയ വാചകങ്ങൾ ഉപയോഗിക്കുക. അനുയോജ്യമായ ശബ്ദത്തിൽ സംസാരിക്കുക. അനുയോജ്യമായ ശബ്ദത്തിൽ സംസാരിക്കണം. സാവകാശം സംസാരിക്കണം. എന്തൊക്കെയാണ് പോയിൻ്റ്? നന്നായി തയ്യാറെടുക്കണം, പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം, ശരിയായ വാക്കുകൾ ഉപയോഗിക്കണം, ശരിയായ വാചകങ്ങൾ, ചെറിയ വാചകങ്ങൾ ഉപയോഗിക്കണം, അനുയോജ്യമായ ശബ്ദത്തിൽ സംസാരിക്കണം, സാവകാശം സംസാരിക്കണം. ഇപ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണറും ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പഠിച്ചു. ആണ് ഹൗ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഹെൽപ്പ് സ്റ്റാർട്ടപ്പ്. പുതുതായി ബിസിനസ് തുടങ്ങുന്ന വ്യക്തികൾക്ക് സഹായം ചെയ്തു തരുന്ന സപ്പോർട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. അവർ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാങ്കേതിക സഹായം നൽകുക, ചെലവ് കുറഞ്ഞ ഓഫീസ് സൗകര്യങ്ങൾ ഒരുക്കി നൽകുക, പ്രാരംഭ മൂലധനം, അക്കൗണ്ടിംഗ് സേവനങ്ങൾ, വിപണനത്തിന് വേണ്ട സഹായങ്ങൾ. എന്തൊക്കെയാണ്? സാങ്കേതിക സഹായം നൽകുന്നുണ്ട്, ചെലവ് കുറഞ്ഞ ഓഫീസ് സൗകര്യങ്ങൾ നൽകുന്നുണ്ട്, പ്രാരംഭ മൂലധനം നൽകുന്നുണ്ട്, അക്കൗണ്ടിംഗ് സേവനങ്ങൾ, വിപണനത്തിന് വേണ്ട സഹായങ്ങൾ. ഒന്നുകൂടി നോക്കാം. ഹൗ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഹെൽപ്പ് സ്റ്റാർട്ടപ്പ്. സാങ്കേതിക സഹായം നൽകുക, ചെലവ് കുറഞ്ഞ ഓഫീസ് സൗകര്യങ്ങൾ, പ്രാരംഭ മൂലധനം, അക്കൗണ്ടിംഗ് സേവനങ്ങൾ, വിപണനത്തിന് വേണ്ട സഹായങ്ങൾ. അടുത്തതാണ് ബെനിഫിറ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഫോർ ബിസിനസ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയാസ് ബിസിനസ്സിന് ചെയ്യുന്ന ബെനിഫിറ്റ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്?
ആശയവിനിമയം വേഗത്തിൽ നടക്കാൻ സഹായിക്കുന്നു, വിൽപ്പന വർദ്ധിപ്പിക്കുന്നു. ആശയവിനിമയം വേഗത്തിൽ നടക്കാൻ സഹായിക്കുന്നു, വിൽപ്പന വർദ്ധിപ്പിക്കുന്നു. ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നു, ഉൽപ്പന്നം പ്രസിദ്ധമാക്കുന്നു. ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നു, ഉൽപ്പന്നം പ്രസിദ്ധമാക്കുന്നു. ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങൾ ലഭിക്കുന്നു. മറ്റ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാനായിട്ട് സഹായിക്കുന്നു. എന്തൊക്കെയാണ്? ആശയവിനിമയം വേഗത്തിൽ നടക്കുന്നു, വിൽപ്പന വർദ്ധിപ്പിക്കുന്നു, ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു, ഉൽപ്പന്നം പ്രസിദ്ധമാക്കുന്നു, ഉപഭോക്താക്കളുടെ പ്രതികരണം ലഭിക്കുന്നു, മറ്റ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാനായിട്ട് സഹായിക്കുന്നു. ക്വസ്റ്റ്യനാണ് ചലഞ്ചസ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഒരു സംരംഭകൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ. മൂലധനം കണ്ടെത്താനുള്ള പ്രയാസം, തൊഴിലാളികളെ കിട്ടാനുള്ള പ്രയാസം. മൂലധനം കണ്ടെത്താനുള്ള പ്രയാസം, തൊഴിലാളികളെ കിട്ടാനുള്ള പ്രയാസം. പരാജയഭീതി, വിദ്യാഭ്യാസക്കുറവ്. പരാജയഭീതി, വിദ്യാഭ്യാസക്കുറവ്. അടിസ്ഥാന സൗകര്യക്കുറവ്, സാങ്കേതിക പരിജ്ഞാനക്കുറവ്. അടിസ്ഥാന സൗകര്യക്കുറവ്, സാങ്കേതിക പരിജ്ഞാനക്കുറവ്. ചലഞ്ചസ് ഓഫ് ആൻ ഓൺട്രപ്രണർ ആണ് പഠിച്ചത്. മൂലധനം കണ്ടെത്താനുള്ള പ്രയാസം, തൊഴിലാളികളെ കിട്ടാനുള്ള പ്രയാസം, പരാജയഭീതി, വിദ്യാഭ്യാസക്കുറവ്, അടിസ്ഥാന സൗകര്യക്കുറവ്, സാങ്കേതിക പരിജ്ഞാനക്കുറവ്. ക്വസ്റ്റ്യനാണ് ലിമിറ്റേഷൻ ഫേസ്ഡ് ബൈ വുമൺ ഓൺട്രപ്രണേഴ്സ്. വനിതാ സംരംഭകർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. മൂലധനം കണ്ടെത്താനുള്ള പ്രയാസം, ചലന സ്വാതന്ത്ര്യക്കുറവ്, കുടുംബ ഉത്തരവാദിത്തം. മൂലധനം കണ്ടെത്താനുള്ള പ്രയാസം, ചലന സ്വാതന്ത്ര്യക്കുറവ്, കുടുംബ ഉത്തരവാദിത്തം. സാമൂഹ്യ തടസ്സങ്ങൾ, വിദ്യാഭ്യാസക്കുറവ്. സാമൂഹ്യ തടസ്സങ്ങൾ, വിദ്യാഭ്യാസക്കുറവ്. റിസ്ക് ഏറ്റെടുക്കാനുള്ള മടി. റിസ്ക് ഏറ്റെടുക്കാനുള്ള മടി. അഭിലാഷക്കുറവ്, പരാജയഭീതി. അഭിലാഷക്കുറവ്, പരാജയഭീതി. ഒന്നുകൂടി നോക്കാം. മൂലധനം കണ്ടെത്താനുള്ള പ്രയാസം, ചലന സ്വാതന്ത്ര്യക്കുറവ്, കുടുംബ ഉത്തരവാദിത്തങ്ങൾ, സാമൂഹ്യ തടസ്സങ്ങൾ, വിദ്യാഭ്യാസക്കുറവ്, റിസ്ക് എടുക്കാനുള്ള മടി, അഭിലാഷക്കുറവ്, പരാജയഭീതി. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓൺട്രപ്രണർ. കഠിനാധ്വാനം, ആത്മവിശ്വാസം, പ്രശ്നപരിഹാരം, തീരുമാനമെടുക്കൽ. കഠിനാധ്വാനം, ആത്മവിശ്വാസം, പ്രശ്നപരിഹാരം, തീരുമാനമെടുക്കൽ. കഠിനാധ്വാനം, ആത്മവിശ്വാസം, പ്രശ്നപരിഹാരം, തീരുമാനമെടുക്കൽ. ക്രിയാത്മകത, ഗുണമേന്മയിൽ ശ്രദ്ധ. ക്രിയാത്മകത, ഗുണമേന്മയിൽ ശ്രദ്ധ. കഠിനാധ്വാനം, ആത്മവിശ്വാസം, പ്രശ്നപരിഹാരം, തീരുമാനമെടുക്കൽ. ക്രിയാത്മകത, ഗുണമേന്മയിൽ ശ്രദ്ധ. ശുഭപ്രതീക്ഷ, ദീർഘവീക്ഷണം. ശുഭപ്രതീക്ഷ, ദീർഘവീക്ഷണം. കഠിനാധ്വാനം, ആത്മവിശ്വാസം, പ്രശ്നപരിഹാരം, തീരുമാനമെടുക്കൽ. ക്രിയാത്മകത, ഗുണമേന്മയിൽ ശ്രദ്ധ, ശുഭപ്രതീക്ഷ, ദീർഘവീക്ഷണം. ഇവയ്ക്കാണ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഓൺട്രപ്രണേറിയൽ ട്രേറ്റ്സ് എന്നും പറയും. അടുത്തതാണ് ഓൺട്രപ്രണേറിയൽ കോമ്പീറ്റൻസി. കാര്യശേഷി എന്തൊക്കെയാണ്? ഒരു സംരംഭകനുള്ള കാര്യശേഷി എന്താണ്? തീരുമാനമെടുക്കാനുള്ള കാര്യശേഷി, പ്രശ്നപരിഹാര ശേഷി. തീരുമാനമെടുക്കാനുള്ള കാര്യശേഷി, പ്രശ്നപരിഹാര ശേഷി. നഷ്ടസാധ്യത നേരിടാനുള്ള ശേഷി, നേതൃത്വശേഷി. നഷ്ടസാധ്യത നേരിടാനുള്ള ശേഷി, നേതൃത്വശേഷി. ആശയവിനിമയ ശേഷി. തീരുമാനമെടുക്കാനുള്ള കാര്യശേഷി, പ്രശ്നപരിഹാര ശേഷി, നഷ്ടസാധ്യത നേരിടാനുള്ള കാര്യശേഷി, നേതൃത്വശേഷി, ആശയവിനിമയ ശേഷി. ഉപഭോക്താക്കളുമായി ഇടപെടാനുള്ള ശേഷി, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ശേഷി. ഇവയൊക്കെയാണ് ഓൺട്രപ്രണീറിയൽ കോമ്പീറ്റൻസിയിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. ഹൗ ടു മാനേജ് റിസ്ക്. അംഗീകരിക്കുക, കുറയ്ക്കുക, കൈമാറ്റം ചെയ്യുക, ഒഴിവാക്കുക. ലൈഫ് സ്കിൽസ് എന്തൊക്കെയാണ്? തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നപരിഹാര ശേഷി, ക്രിയാത്മക ചിന്ത, വിമർശനാത്മക ചിന്ത, ആശയവിനിമയ ശേഷി, സ്വയംബോധം. ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ബിസിനസ്സിനോടുള്ള അതിയായ താല്പര്യം, മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണം, സമയബന്ധിതമായി തീരുമാനമെടുക്കൽ, അഹംഭാവം നിയന്ത്രിച്ചു നിർത്തണം, വിമർശനങ്ങൾ അംഗീകരിക്കണം, സ്വയം വിശ്വസിക്കണം. അടുത്തതാണ് ടിപ്സ് ഫോർ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നന്നായി തയ്യാറെടുക്കൽ, പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക, ശരിയായ വാക്കുകൾ ഉപയോഗിക്കുക, ശരിയായ വാചകങ്ങൾ ഉപയോഗിക്കുക, അനുയോജ്യമായ ശബ്ദത്തിൽ സംസാരിക്കുക, സാവകാശം സംസാരിക്കുക. ഹൗ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഹെൽപ്പ് സ്റ്റാർട്ടപ്പ്. സാങ്കേതിക സഹായം നൽകുക, ചെലവ് കുറഞ്ഞ ഓഫീസ് സൗകര്യങ്ങൾ, പ്രാരംഭ മൂലധനം, അക്കൗണ്ടിംഗ് സേവനങ്ങൾ, വിപണനത്തിന് വേണ്ട സഹായങ്ങൾ. അടുത്തതാണ് ബെനിഫിറ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഫോർ ബിസിനസ്. ആശയവിനിമയം വേഗത്തിൽ നടക്കുന്നു, വിൽപ്പന വർദ്ധിപ്പിക്കുന്നു, ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു, ഉൽപ്പന്നം പ്രസിദ്ധമാകുന്നു, ഉപഭോക്താക്കളുടെ പ്രതികരണങ്ങൾ ലഭിക്കുന്നു, മറ്റ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നു. അടുത്തത് ചലഞ്ചസ് ഓഫ് ആൻ ഓൺട്രപ്രണർ. മൂലധനം കണ്ടെത്താനുള്ള പ്രയാസം, തൊഴിലാളികളെ കിട്ടാനുള്ള പ്രയാസം, പരാജയഭീതി, വിദ്യാഭ്യാസക്കുറവ്, അടിസ്ഥാന സൗകര്യക്കുറവ്, സാങ്കേതിക പരിജ്ഞാനക്കുറവ്.
അടുത്തത് ലിമിറ്റേഷൻ ഫേസ്ഡ് ബൈ വുമൺ ഓൺടർപ്രണേഴ്സ്. മൂലധനം കണ്ടെത്താനുള്ള പ്രയാസം, ചലന സ്വാതന്ത്ര്യക്കുറവ്, കുടുംബ ഉത്തരവാദിത്തം, സാമൂഹിക തടസ്സങ്ങൾ, വിദ്യാഭ്യാസക്കുറവ്, റിസ്ക് എടുക്കാനുള്ള മടി, അഭിലാഷക്കുറവ്, പരാജയഭീതി.